ഇതാണ് ഇവിടുത്തെ ഇരിപ്പിടം. കൊള്ളാല്ലയോ? തേങ്ങ മാത്രം വീഴാതെ നോക്കിയാൽ മതി. തേങ്ങ ചതിക്കത്തില്ല. നമ്മളിനി എന്നാ കടലിൽ പോന്നെ? എന്താ കൊറേ ദിവസം എല്ലാരും ചോദിക്കുന്നു കടലിൽ പോന്നില്ലേ ഒന്ന്. ബോണ്ട പരിച്ചു വെച്ചേക്കുന്നുണ്ടോ, നല്ല ചൂട് ബോണ്ട. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജാസ് വ്ലോഗ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. രാവിലെയാണ് കേട്ടോ, ഇന്ന് ഞങ്ങൾ രാവിലെ ഇറങ്ങിയിട്ടുണ്ട്. ഇതാ എൻ്റെ കൂടെ ഒരാളും കൂടെ ഉണ്ട്, സൂര്യൻ എൻ്റെ കണ്ണിലോട്ടടിക്കുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് രാവിലത്തെ വൈബ് ആസ്വദിക്കാൻ വേണ്ടി ഇറങ്ങിയേക്കും കേട്ടോ. രാവിലെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സമയം എത്രയായി? 9 മണിയായിട്ടുണ്ട്. അപ്പോഴേ ഇപ്പം എന്താ കാലവാ സുൽഫത്തെ? മൺസൂൺ സീസൺ. ബരിഷം എന്ന് പറയുന്ന ഈ ടൈമിനെയാണോ? ഓക്കെ, അപ്പോൾ ഇപ്പം ബരിഷം ഈ ഒരു സീസൺ എന്ന് പറയുന്നത് നമ്മുടെ മൺസൂൺ സീസൺ. അപ്പോൾ ഇതേ ബോട്ടുകളൊക്കെ കയറ്റി വെച്ചേക്കുന്നുണ്ട് ഇവിടെ, ആ സൈഡിലോട്ടുണ്ട്. ഞങ്ങളിപ്പോൾ നിൽക്കുന്ന ബീച്ച് റോഡിലാണ് കേട്ടോ. അപ്പം നമുക്ക് കാണാൻ പറ്റുന്നത് ഇവിടെയൊക്കെ ഗ്ലാസ് ബോട്ടുകൾ, അല്ലാത്ത ബോട്ടുകൾ എല്ലാം ഇവിടെ ഇങ്ങനെ അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ കാണിച്ചു തരാം. അവിടെയൊക്കെ ബോട്ടുകൾ എല്ലാം കരയിൽ കയറ്റി വെച്ചിട്ടുണ്ട്. ഇതായിരിക്കുന്നൊക്കെ ഓടങ്ങളില്ലയോ, അപ്പോൾ ഓടങ്ങളെല്ലാം ഇവിടെ ഇങ്ങനെ കയറ്റി വെക്കും. 1-2 ബോട്ടുകൾ മാത്രമായിരിക്കും ചിലപ്പോൾ ഫിഷിങ്ങിന് പോകുന്നത്. ഈ ടൈമിൽ ഫിഷിങ്ങിനൊക്കെ പോകുന്നത് ഭയങ്കര കുറവാണ്. അപ്പോൾ ഞങ്ങൾ ബീച്ച് റോഡിൽ കൂടെ ഒന്ന് പോയിട്ട് വടക്കൊക്കെ പോയിട്ട് വരാം അല്ലയോ. അപ്പോൾ കുറേ ദിവസമായില്ലേ നമ്മൾ രാവിലത്തെ കുറേ വൈബ് കണ്ടിട്ട്. അപ്പോൾ നമുക്ക് പോയിട്ട് വരാം. കണ്ടോ, ഇവിടെ എല്ലാം ബോട്ടുകൾ കയറ്റി വെച്ചേക്കുന്നുണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ? നമ്മളിപ്പം പോകുന്നത് എന്താണ് പറഞ്ഞോ? അല്ല, അവിടെ ബോട്ടൊക്കെ ഉണ്ട്, കടലില് വലിയ ബോട്ടുകളൊക്കെ കടലിൽ തന്നെ ഉണ്ട്. ചില ബോട്ടുകൾ മാത്രമാണ് ഇനി ഫിഷിങ്ങിനൊക്കെ പോകുന്നത്, എല്ലാം ഒന്നും പോകത്തില്ലല്ലോ. കടലിൽ കിടന്നാൽ ഇപ്പൊ ഇവിടെ ഭയങ്കര കാറ്റും ഭയങ്കര കടലും. കണ്ടോ, ഇതൊക്കെ തുണിയൊക്കെ വെച്ച് മറച്ചു വെച്ചേക്കുന്നുണ്ടല്ലേ. നല്ല ഭംഗിയുണ്ട് കടല്. നമുക്ക് വടക്കോട്ട് പോയിട്ട് അതെടുക്കും കാണാൻ പറ്റുന്നുണ്ട്. ഓണാന്നോ? ഓണ ഞങ്ങൾ ഇന്ന് ഇറങ്ങി. ഇതൊരു ജെട്ടിയാണ്, ഇത് നമ്മുടെ ഫിഷറീസ് ജെട്ടി. ഇതാണ് നമ്മുടെ ഫിഷറീസ് ജെട്ടി. ഇവിടെ കുറച്ച് ആൾക്കാർക്ക് ഇരിക്കുന്ന മറ്റേ കൂടം ഉണ്ടല്ലോ, കൂടം അതൊക്കെ തേങ്ങ ഇഷ്ടം പോലെ പൊഴിഞ്ഞ് വീണ് നടക്കുന്നു. കുറേ തെങ്ങുകൾ ഇവിടെ വീണ്. നമുക്ക് മറ്റേ കുരിഞ്ഞ് കിട്ടേണ്ട ഒരു ചായക്കടയായിരുന്നു, അത് തുറന്നിട്ടില്ല. ഇതല്ലേ കുഴി. ഞങ്ങളെ നേരെ വന്നത് നമ്മുടെ ലഗൂൺ ബീച്ചിലാണ് കേട്ടോ. നമ്മൾ ബീച്ച് റോഡിൽ കൂടെ നേരെ വന്നിട്ട് ലഗൂൺ ബീച്ചിൽ വന്നു. ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇതാ ഈ കുഴിയിൽ ചാടുക. നമ്മൾ കുറേ നേരം കൊണ്ട് ഈ കുഴി കണ്ടോ, ഇത് നമ്മുടെ ഞണ്ടിൻ്റെ വീടാ. നിങ്ങളെന്താ പറയുന്നത് ഇതിനെ സുൽഫത്തെ? അബലം. ഞണ്ടിനെ ഇവിടെ പറയുന്ന അബലം എന്നല്ലയോ. അപ്പം അബലത്തിൻ്റെ ആണോ ഓ, അലഹംന്നും അബലംന്നും ഒക്കെ പറയും. നമ്മളിപ്പോൾ അബലത്തിനെ കണ്ടില്ലല്ലോ, പക്ഷേ ഇതേ വലിയ വലിയ കുഴികൾ കണ്ടോ, ഇഷ്ടം പോലെ. ഈ മണ്ണ് കൂട്ടി വെച്ചേക്കുന്നതും അത് തന്നെയാണോ? ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. അതുകൊണ്ട് അങ്ങോട്ട് പുറ്റ് പോലെ ഇരിക്കുന്നുണ്ട്. ഇതെല്ലാം ഈ അബലത്തിൻ്റെ കൂടുകളാ. അബലത്തിനെ നമ്മൾ കണ്ടില്ല, കാണാം. ഞണ്ട്. അപ്പം രാവിലത്തെ കുറച്ച് ഇന്ന് കാറ്റ് കുറവുണ്ട്. എന്നും വരുമ്പം ഭയങ്കര കാറ്റാണ്. പിന്നെ വൈകുന്നേരം വരുമ്പം പറയണ്ട, ഭയങ്കര കാറ്റായിരിക്കും. അത് ഇഷ്ടം പോലെ ആൾക്കാരായിരിക്കും. അപ്പം ഇന്ന് രാവിലെ ഞാൻ സൽമത്തിനെയും സുൽഫത്ത്, എനിക്ക് സുൽഫത്ത് രണ്ടുപേരും ഇവിടെ തിരിഞ്ഞു പോകുന്നുണ്ട്. രാവിലെ ഞാൻ സുൽഫത്തിനെ വിളിച്ചോണ്ടാണ് വന്നേക്കുന്നേ. ഞങ്ങൾ സത്യത്തിൽ ഇന്ന് വന്നത് എന്തിനാ? നമ്മൾ സത്യത്തിൽ ഇന്ന് വന്നത് എന്തിനാ? സുൽഫത്തെ ഫിരിന്ത് പറക്കാൻ വേണ്ടി വന്നതാണ് ഞങ്ങൾ. ഇവിടെ കാണുന്നുണ്ടോ ഫിരിന്ത്? കടലിൻ്റെ സൈഡിൽ കാണും, പക്ഷെ ഇന്ന് ഞങ്ങൾ എടുക്കുന്നില്ല. കാരണം ഈ ലോ ടൈഡിൻ്റെ സമയത്താണ് കൂടുതലായിട്ടും ഇത് കിട്ടുന്നതെന്നാണ് പറഞ്ഞത് ഇല്ലയോ. ഇപ്പം ലോ ടൈഡ് അല്ലല്ലോ. എന്തോ റെഡ് കളറിൽ കിടക്കുന്ന എന്താണ്ട്. ഓ, ഇപ്പം ഇത്രയും ഇവിടെയൊക്കെ ഇങ്ങനെ ഇതായിട്ട് കിടക്കുന്ന കടൽ വന്ന് അടിച്ച് കയറിയിട്ടാണ് ഇവിടെയൊക്കെ ഇത്ര വൃത്തികേടായിട്ട് കിടക്കുന്നത്. വലിയ വലിയ കുഴിയിൽ നമ്മൾ വീഴുന്നു കണ്ടോ, വലിയ വലിയ കുഴികളാ.
ആ ഈ സമയത്ത് കടലിലൊന്നും ആരും പോകത്തില്ല. കുറച്ച് 1-2 പേരൊക്കെ ഫിഷിങ്ങിന് പോകും ഇല്ലയോ, അധികം ആരും പോകത്തൊന്നുമില്ല. ഇവിടെയൊക്കെ ഈ കടലിങ്ങനെ അടിച്ചു കയറി കിടക്കുന്നതുകൊണ്ട് ഇവിടെ എല്ലാം ഇങ്ങനെ വൃത്തികേടായിട്ട് കിടക്കുന്നത്. പിന്നെ അവിടെ എല്ലാം തെങ്ങിൻ്റെ സാധനങ്ങളൊക്കെ കാറ്റുകൊണ്ട് എല്ലാം ഓലമടലും അതും ഇതൊക്കെ വീഴുന്നതാണ്. ഭയങ്കര കുറേ ദിവസം കൊണ്ട് എന്തോ ഒരു കാറ്റായിരുന്നില്ലയോ, ഭയങ്കര കാറ്റായിരുന്നു. ആ അപ്പം അത് ഇങ്ങോട്ട് വന്നപ്പോൾ ചെറിയ കാറ്റടിക്കുന്നുണ്ട് ഇല്ലയോ, പടിഞ്ഞാറൻ കാറ്റ് ഇവിടെ അടിക്കുന്നുണ്ട്. അങ്ങനെ നമ്മളിതേ നമ്മുടെ ഇതൊക്കെ ഒടിഞ്ഞു പോയി, ഈ മരത്തിൻ്റെ സംഭവമൊക്കെ ചില്ലയൊക്കെ പോയി. ഇതൊക്കെ അടിപൊളിയായിട്ട് വെച്ചിരുന്നത് നമ്മുടെ ഐ ലവ് അഗത്തി. അതുകൊണ്ട് അവിടെ 2-3 പ്രാവുകൾ, ഞാൻ അവിടെ 1-2 പ്രാവിനെ കണ്ടു കേട്ടോ. വേണ്ട ഒരു കാക്കയാണോ പറന്നു വരുന്നത്? അതുകൊണ്ട് രാവിലെ വന്നാൽ ഇതിനെയൊക്കെ കാണാൻ പറ്റുന്നത്. ആണ്ടേ 2 പ്രാവ്. പിന്നെ ഇനി അങ്ങോട്ട് പോകുന്നിടത്ത് ഒത്തിരി പോയേക്കുന്ന കാണാൻ പറ്റുന്ന മണ്ണൊക്കെ കടലിൽ കയറിയിട്ടേ. 2 പ്രാവ്. അബലത്തിനെ കണ്ട് ഞാൻ. ആണ്ടേ അബലം ഞണ്ട് ഓടി ഓടി പോന്ന്, ഭയങ്കര സ്പീഡിൽ പോന്ന് കണ്ടോ. നമ്മുടെ അനക്കം കേട്ടിട്ട് ഭയങ്കര ഏത് ഉണ്ട് ഉണ്ട്. ഈ പ്രാവ് കുട്ടന്മാർ എവിടെ നിന്ന് വന്ന്? അതാ ഞാൻ കണ്ടൊരെണ്ണത്തിന് രാവിലെ വരുമ്പോഴാ. അത് പറ്റില്ല, കൊക്ക് പോലത്തെ. ഇപ്പം ഇവിടെ വന്നപ്പോൾ നല്ല കാറ്റില്ലയോ. ഈ സൈഡിലോട്ട് നല്ല കാറ്റുണ്ട്. അതുകൊണ്ടാ പടിഞ്ഞാറായണ്ട കാറ്റടിക്കുന്നത്. ഒരു പക്ഷി അവിടെ കിടന്ന് പറക്കുന്നുണ്ട് കുറച്ച് നേരമായിട്ട്. അവിടെ കുറേ ബോട്ട് ഇതാക്കി വെച്ചേക്കുന്നുണ്ടോ? ചിലപ്പോൾ കുറച്ചുകൂടെ കഴിയുമ്പോൾ അവരെടുത്ത് കയറ്റുമായിരിക്കും ഇല്ലയോ, കരയിൽ കയറ്റുമായിരിക്കും. അതാ. അപ്പം ഇതൊക്കെ ഇങ്ങനെ കാറ്റിലെല്ലാം പോയതാണ്ടോ, നല്ല പോലെ ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു. ഇതൊക്കെ കടലിൽ നിന്ന് കയറി വരുന്നതായിരിക്കും. തെങ്ങിൻ്റെ കുറ്റികൾ. ഈ മൺസൂൺ സീസൺ ആയിക്കഴിഞ്ഞാൽ ദ്വീപിൻ്റെ മൊത്തത്തിലെ ലുക്കൊക്കെ അങ്ങ് മാറിപ്പോകും ഇല്ലയോ, വേറൊരിതാവും. കാറ്റും കടലും. ഇപ്പം ഇങ്ങോട്ട് കാറ്റടിക്കുന്നു. അപ്പോഴേ രാവിലെ ഇറങ്ങിയതില്ലയോ, ഒരു ചായ കുടിക്കണ്ടായോ? ഹോട്ടൽ വല്ലതും തുറന്നിട്ടുണ്ടോ എന്ന് നോക്കാം. അപ്പം ഞങ്ങൾ ലഗൂൺ ബീച്ചിന് നേരെ അപ്പുറത്തെ സൈഡിലോട്ട് പോകാൻ വേണ്ടി പോകാം. ലഗൂൺ ബീച്ചിൻ്റെ ആ സൈഡിലോട്ട് പോകാം അല്ലയോ. അവിടെ പോയിട്ട് ഇനി ചായ കുടിക്കണമെങ്കിൽ എനിക്ക് തോന്നുന്നു തെക്കോട്ട് എവിടെയെങ്കിലും കടകളിൽ പോകേണ്ടതായിട്ട് വരും. എനിക്ക് ഈ ഒരു മരം ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മുടെ ദ്വീപിൻ്റെ ഈ ഒരു സ്ഥലങ്ങളൊക്കെ ഭയങ്കര ഭംഗിയാക്കുന്ന ഈ ഒരു മരം. ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ പറഞ്ഞ ഷബോക്ക് ഭയങ്കര രസമുണ്ട്, അടിപൊളിയായിട്ട്. ഓരോ സ്ഥലത്ത് ഇങ്ങനെ ഈ തണൽ മരം നിൽക്കുന്നുണ്ട്, ഭയങ്കര രസമാണ് കാണാനായിട്ട്. അപ്പോൾ അതെ ഞങ്ങളുടെ മയിൽ വാഹനം ഇവിടെ ഇരിപ്പുണ്ട്. നമുക്ക് നേരെ ഇന്ന് ആരെയും കൂടുതൽ പിടിക്കാനൊന്നും കണ്ടില്ലല്ലോ, പോകാം നമുക്ക് അങ്ങോട്ട്. അപ്പോൾ ദേ നമ്മൾ നേരെ ലഗൂൺ ബീച്ചിൻ്റെ ഈ ഭയങ്കര കടൽ. അവിടെ നോക്കിക്കേ, 3 വശത്തൂടെ ഇങ്ങനെ തിര വരുന്നുണ്ടോ. ഇവിടത്തിന് എന്തൊരു പേര് പറയല്ലോ സുൽഫത്തെ? കോണാട്ട് കടലെന്ന് ഇവിടെ പറയുമെന്ന്. 3 സ്ഥലവും ഇങ്ങനെ ചേരുന്നോണ്ടായിരിക്കും അല്ലയോ. എല്ലായിടത്തുനിന്നും തിര വന്ന് അടിക്കുന്നുണ്ടോ, ഭയങ്കര സൗണ്ട്. ഇവിടെ വന്നപ്പോൾ ഉണ്ടോ, ഇവിടെ മാത്രമാണ് ഇങ്ങനെ കാണാൻ പറ്റുന്നത്. എല്ലായിടത്തു നിന്നും തിര വന്ന് അടിക്കുന്നത് ഇവിടെ മാത്രം നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ അതെ ഇത് കണ്ടോ, നല്ല രസമുള്ളൊരു സ്ഥലം, അടിപൊളി. ഈ മരം അങ്ങ് ഭയങ്കര രസമാണ്. നമ്മുടെ ദ്വീപിന് കുറച്ചുകൂടെ ഭംഗി കൂട്ടുന്ന ഒരു മരം. അതായത് ഇതിൻ്റെ തണലത്ത് ഇവിടെ ഇരിക്കാനുള്ള ഇരിപ്പിടമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നുണ്ടോ. അവിടെ 2 ബാപ്പന്മാരിരുന്ന് എന്തൊക്കെയോ കഥ പറയുന്നുണ്ട്. ഇവിടെ രാവിലെ ക്ലീൻ ചെയ്തേക്ക് നല്ല രസമുണ്ട്. നോക്കിക്കേ, ഈ ഒരു മരവും ഇതിൻ്റെ ഒരു തണലും ഇങ്ങോട്ട് നിൽക്കുന്ന പൊള്ളിയായിട്ടുണ്ട് ഈ സ്ഥലം, അടിപൊളി. ഇതിനകത്ത് എന്തോ ചുമന്ന് നിൽക്കുന്നേ? ഇതിനകത്ത് എന്തോ ഒരു റെഡ് കളറിൽ നിൽക്കുന്നുണ്ട്, എല്ലായിടത്തും നിൽക്കുന്നുണ്ട്. ചുമന്ന കളറിൽ എന്തോ നിൽക്കുന്നു ഇതിനകത്ത്. അതിന് വേറെ മറ്റേ വലിയ കായ, ആ കായാന്ന് തോന്നിയത് അല്ലയോ. ആ കായ ആവുന്നതാ. അതെ അവിടെ ഒരു ഊഞ്ഞാലും ഉണ്ട്.
അതിന് തൊട്ടപ്പുറത്തൊരു ഊഞ്ഞാലും ഉണ്ട് കേട്ടോ, നല്ല രസമുണ്ട്. പിന്നെ അതേ നമ്മുടെ ചീഞ്ഞഫളം, ഈ സംഭവമാണ് നമ്മുടെ ചീഞ്ഞഫളം. കണ്ട, ഇനി വലുതാവണം. ദേ ഇവിടെ അടിപൊളി ഒരു ഊഞ്ഞാലും ഉണ്ട്, സെറ്റ്. ഭയങ്കര രസമുണ്ടല്ലേ. ആ തണലത്തൊക്കെ അവരിയ്ക്കുന്നുണ്ടോ, ഭയങ്കര രസമല്ലേ. എനിക്ക് ഈ സ്ഥലം അങ്ങ് ഭയങ്കര ഇഷ്ടപ്പെട്ട്. അത് ആ വീടിൻ്റെ ബാക്കിലാണ് കേട്ടോ ഇത്. വൈകുന്നേരം ആകുമ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ ഉമ്മമാർ വന്നിരിക്കും. ഇന്നാളി നമ്മുടെ ഒരു വീഡിയോയിൽ കുറച്ച് ഉമ്മമാർ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഇവിടെ ആ ഉമ്മമാരുടെ സീറ്റാണ് ഇത്. അപ്പോഴത്തേക്ക് ബാപ്പമാരൊക്കെ എണീറ്റ് പൊക്കോണം. പക്ഷെ കൊള്ളാം. അതേ ഇവിടെയും ഉണ്ട് ആ ഒരു സംഭവം, ഇവിടെയും പണിഞ്ഞിട്ടിട്ടുണ്ട്. കണ്ടോ, കൈല നമ്മുടെ ദ്വീപിൽ പറയുന്ന ഇതിനെ കൈല എന്ന് പറയും. കൊള്ളാം അല്ലേ. വൈകുന്നേരം നമുക്ക് കുറച്ച് ടൈം മാത്രമേ കിട്ടത്തുള്ളൂ. ആ സമയത്തിനുള്ളിൽ പെട്ടെന്ന് ഇങ്ങനെ എല്ലാ വീഡിയോസും എടുത്തിട്ട് അതാ ഇവിടെ ഒരു കൂടമുണ്ട്. കൂടമല്ല, സോറി, കൈല. നിങ്ങളിതിനെ കൈല എന്നല്ലേ? ഫറം എന്നും പറയും, കൈലെന്നും പറയത്തില്ല. ആണാ, ടൈലിട്ടേനാണ് കൈല എന്ന് പറയുന്നത്, ഇതിനെ ഫറം ആണാ. അപ്പം നമുക്കൊരറിവും കൂടെ കിട്ടിയേ. മരം കൊണ്ടുണ്ടാക്കുന്നതിനെ ഫറം, ടൈലൊക്കെ ഇടുന്നതിനെ കൈല. പക്ഷെ കൊള്ളാം, നല്ല രസമുണ്ട്. വൈകുന്നേരം ഇവിടെ എല്ലാം ഉമ്മമാരൊക്കെയാ, പൊളിയാ, നല്ല രസമുണ്ട്. എനിക്കിവിടെയൊക്കെ ഭയങ്കര ഇഷ്ടം. ഇതിപ്പോൾ നമ്മുടെ ലഗൂൺ ബീച്ചിൻ്റെ ഏറ്റവും വടക്ക് ഭാഗമാണ് കേട്ടോ. ഓ, ഇന്ന് കപ്പൽ വരുന്ന ദിവസം അതോ വന്ന് നിൽക്കുന്ന കപ്പലല്ലേ കിടക്കുന്നേ? നമുക്കിവിടെ നിന്ന് കാണാൻ പറ്റും. നമുക്ക് അങ്ങോട്ട് പോകാം. അതിൻ്റെ പാലത്തിൽ കയറണ്ട, അതിനപ്പുറത്ത് നമുക്ക് നിൽക്കാം അല്ലേ. ഇവിടെ ആരോ തേങ്ങ പൊളിക്കുന്നുണ്ട്. നമുക്ക് പൊങ്ങ് കിട്ടുമോ? പൊങ്ങിൻ്റെ അല്ല, പിള്ളേർ പണി ചെയ്യുമോ? അതുകൊണ്ട് അവിടെ ഉണ്ട്. അതുകൊണ്ട് അവിടെ അവർ പണി ചെയ്യുമല്ലേ. അവിടെ എന്താ വർക്ക് നടക്കുന്നുണ്ട്, വീട് പണിയോ അങ്ങനെ എന്തോ നടക്കുന്നു. അവിടെ കണ്ട പൊങ്ങില്ല. ഇപ്പം പൊങ്ങിൻ്റെ സമയം അല്ലല്ലോ. അപ്പോൾ അതെ നമ്മൾ ഇവിടെ നിന്നും പോവില്ലയോ? ഈ കായ്ക്ക് എന്താ പറയുന്നേ? അയ്യോ, വേണ്ട, പഴുത്ത് നിൽക്കുന്നു. കഴിക്കുവോ? ഇത് പഴുത്തതാന്നോ പന്നലാന്നോ? കഴിക്കത്തില്ല. നിനക്ക് ഇഷ്ടമല്ല? ഇവിടെ ഉള്ളവരെല്ലാം കഴിക്കുന്നുണ്ടല്ലോ ഇത്. പക്ഷെ ഇത് ഭയങ്കര ഗുണങ്ങളുള്ള സംഭവമാണിത്. ഇതാ നിൽക്കുന്നത് ചീഞ്ഞ ഫളം. ദേ കണ്ട, നല്ല രസമുണ്ട്. കുറെ പേര് അപ്പം അവിടെ ക്ലീൻ ചെയ്തോണ്ടിരിക്കുക. ഞാനും കൂടി ഇവിടെ അങ്ങ് കൂടിയാലോ ക്ലീനിങ്ങിന്. നീ ഇങ്ങനെ മുറ്റം തൂക്കാനൊക്കെ കൊതി വരുന്നു. എനിക്ക് ഇങ്ങനത്തെ ചൂലല്ല, മറ്റേ കുറേ നാളായില്ലേ മുറ്റമൊക്കെ തൂത്തിട്ട്. കണ്ട, എല്ലാം ക്ലീൻ ചെയ്യുന്നുണ്ടോ പാപ്പ അവിടെ നിന്ന്. കൊള്ളാല്ലേ. അവരെ വൈകിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ എല്ലാ ആൾക്കാരായിരിക്കും. നമ്മൾ കുറേ പ്രാവശ്യം വൈകുന്നേരം വന്ന് വീഡിയോ എടുത്തിട്ടുള്ളതാണ്. നമ്മൾ മിക്കപ്പോഴും വൈകുന്നേരമാണ് ഇറങ്ങുന്നത്. ഇന്ന് മാത്രം ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ രാവിലത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാമല്ലോ എന്നും പറഞ്ഞു. അതുപോലെ രാവിലെ ഇങ്ങനെയൊക്കെ ഇറങ്ങുമ്പോൾ ഒരു പ്രത്യേക വൈബല്ലയോ. രാവിലെ ഇറങ്ങി കടലൊക്കെ കണ്ട്, പിന്നെ കുറേ ആൾക്കാർ ജോലിയിലായിരിക്കും. അതൊക്കെ കാണാനൊക്കെ നല്ല രസമാണ്. നമ്മുടെ നാട്ടിലെ മൂന്നും കൂടിയ മുക്ക് എന്നൊക്കെ പറയുന്ന പോലെ കടലിൻ്റെ എല്ലാ വശങ്ങളും കൂടി ചേർന്നൊരു സംഭവമാണ് ഇവിടെ നടക്കുന്നത്. ഭയങ്കര തിര അവിടുന്നും ഇവിടുന്നും എല്ലാം അടിച്ചുകൊണ്ടിരിക്കുന്നു ഇല്ലയോ. അത് ബോട്ടൊക്കെ കയറുന്ന എൻട്രൻസ്, ബംഗാരത്തൊക്കെ പോയിട്ട് വരുമ്പോഴത്തേക്കുള്ള ആ എൻട്രൻസ്, ആ രണ്ട് സംഭവം ഇരിക്കുന്നതിൻ്റെ ഇടയ്ക്കൂടെ വേണം ബോട്ട് പോകേണ്ടത് ഇല്ലയോ. കാണുന്നുണ്ടോ? അതെ, ആ കാണുന്നത് അതാണ് നമ്മുടെ എൻട്രൻസ്, അകത്തിലേക്ക് കയറാനുള്ള എൻട്രൻസ്. ഇവിടെയുണ്ട് ആ മരങ്ങൾ കണ്ടോ. ഇതിന് മറ്റേ നിങ്ങൾ പറയുന്നത് ശീരണി മരമാണ് ഇരിക്കുന്നത്. പിന്നെ ഇതാ ഈ ചെടിയും നമ്മുടെ ഇവിടെ കുറേ ഉണ്ട്, വെള്ളപ്പൂ പിടിക്കും. നമ്മളിപ്പോൾ അവിടെ വെച്ചൊക്കെ കണ്ടത്. അതെ, ഇവിടെയുണ്ട് നമ്മുടെ എന്താ പറയുന്നത്, കൂടം അല്ല, കൂടം എന്നേ എൻ്റെ വായിൽ വരുന്നുള്ളൂ. കൈല ദേ അപ്പുറത്തുണ്ട്, ഇവിടെ ഉണ്ട്. ഇവിടെയൊക്കെ വൈകുന്നേരം ആൾക്കാരാണ്, ഫുൾ ആൾക്കാരാണ്. ഇന്നലെയൊക്കെ ഞങ്ങൾ വൈകുന്നേരം വന്നപ്പോൾ ഇവിടെ എല്ലാം ഫുള്ളും ആൾക്കാരായിരുന്നു. അവിടെ രണ്ടുപേര് ഭയങ്കര പെയിൻറ്റിങ് വർക്കിലാണ്. രാവിലെ ഇവിടെ എല്ലാവരും ജോലി ചെയ്യും, ഉച്ച കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും റെസ്റ്റാണ്. ഇഷ്ടപ്പെട്ട സംഭവം നോക്കിയിട്ട് വരാം. ക്ലബ്ബ് ആൺകുട്ടികളൊക്കെ ഇരിക്കുന്നു. ഒന്ന് നോക്കിയിട്ട് വരാം. ഇറങ്ങിക്കോ.
നല്ല ഇതിപ്പോൾ പുതിയതായിട്ട് പണിഞ്ഞാന്ന് എനിക്ക് തോന്നുന്നത്. ടൈലൊക്കെ ഇട്ട് സെറ്റാക്കിയേക്കുന്നുണ്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. ഞാൻ ഇതുവഴി പോകുമ്പം ഇത് നോക്കാറുണ്ട്, പക്ഷെ അന്നേരമൊക്കെ ഇവിടെ ഒത്തിരി ആൾക്കാരുള്ളതുകൊണ്ട് ഞാൻ ഇതുവരെ ഇറങ്ങിയിട്ടില്ല. ദേ ഇവർക്ക് കുടിക്കാനുള്ള വെള്ളം ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഈ ക്ലബ്ബുകാരൊക്കെ കൂടി ചെയ്യുന്നത്. പിന്നെ അല്ലെങ്കിൽ കുറേ ആൾക്കാർ കൂടി അവിടെ തെങ്ങ് വെട്ടുന്നുണ്ട്. നമുക്ക് മറ്റേ സാധനം കിട്ടുമോ? അയ്യോ അവിടെ തെങ്ങ് വെട്ടുന്നു. നമുക്ക് അതിനെന്താ പറയുന്നത്, നിങ്ങളെന്താ പറയുന്നത് തെങ്ങിനകത്ത് മറ്റേ കഴിക്കുന്ന സാധനത്തിന്? കുരുന്ന്. വേണ്ട, ഞാൻ പറയുന്നുണ്ട് ദീപകാരുടെ ഭാഷയൊക്കെ ഇപ്പം ഞാൻ പഠിച്ചു. ഞാൻ ഇഷ്ടമല്ലേ? അള്ളാഹുവേ, എല്ലാവർക്കും ഇഷ്ടമുള്ള സാധനം. കുരുന്ത്. അവിടെ തെങ്ങ് വെട്ടി അവർ തരുമോ നമുക്ക്? അപ്പോൾ എനിക്ക് സംഭവം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ എപ്പോഴും ഇങ്ങനെ, ഇത് പുതിയതായിട്ട് പണിഞ്ഞതാ. ഒന്നില് ക്ലബ്ബുകാർ, അല്ലെങ്കിൽ ഇതാരായിരിക്കും പണിയുന്നേ? കുറെ ആൾക്കാർ കൂടിയിട്ട് ചെയ്യും. ഇവർക്ക് ഇരിക്കാൻ വേണ്ടിട്ടാ ഇത്. ഇതിന് കൂടം തന്നെയല്ലേ പറയുന്നേ? എൻ്റെ വണ്ടിക്ക് പോകാൻ സ്ഥലമില്ല. ഞാൻ വണ്ടി എടുത്ത് മാറ്റണം. അവിടെ തെങ്ങ് വെട്ടുന്നുണ്ട്. എനിക്ക് മറ്റേ കുരുന്ന് കിട്ടിയിരുന്നെങ്കിൽ അവർക്കൊക്കെ ഇങ്ങനെ ചുമ്മാ വന്നിരിക്കാനും. ഇവിടെ എപ്പോഴും ആൾക്കാരായിരിക്കും. നല്ല രസമാണ്. ഞാൻ തന്നെ ഒന്ന് കയറി ഇരിക്കട്ടെ. ആരെയും കാണുന്നില്ല. കണ്ടിരുന്നെങ്കിൽ നമുക്ക് ചോദിക്കായിരുന്നു ഇതിന്റെ കാര്യങ്ങൾ. ഇതാരാ പണിഞ്ഞെന്നൊക്കെ നമുക്ക് ചോദിക്കായിരുന്നു. ക്ലബിന്റെ പേരൊക്കെ ചോദിക്കായിരുന്നു. പക്ഷെ ഇവിടെ ആരും ഇല്ല. രാവിലെ ആയതുകൊണ്ട് എല്ലാവരും പണിക്കൊക്കെ പോകുന്നതായിരിക്കും. പക്ഷെ വൈകിട്ട് എന്തെങ്കിലും ബോയ്സ് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ക്ലബിന്റെ പേര്. ഇവിടെ ഉള്ള അടുത്തുള്ളവർക്കൊക്കെ അറിയായിരിക്കും. പക്ഷെ കൊള്ളാം, ഭയങ്കര വ്യൂ ആട്ടോ. ഇവിടെ ഇങ്ങനെ ഇരുന്നാൽ മതി. ഇങ്ങനെ റോഡിൽ കൂടെ പോകുന്ന ആൾക്കാരെയൊക്കെ കാണാൻ ഭയങ്കര രസമുണ്ട്. ഇതിപ്പോ നമ്മുടെ ഈസ്റ്റേൺ ജെട്ടിയുടെ അടുത്തായത് ഇല്ലയോ? പുറകിലാണ് ഈസ്റ്റേൺ ജെട്ടി. അവിടെ കപ്പൽ വന്ന് കിടപ്പുണ്ട്. പക്ഷെ നമുക്കിപ്പോൾ അങ്ങോട്ട് കയറാൻ പറ്റില്ല. പക്ഷെ രസമുണ്ട്, അടിപൊളി. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇരുന്നാലോ, നല്ല തണുപ്പുണ്ട്, നല്ല രസമുണ്ട്. വെറുതെ അല്ല ഇങ്ങനെയുള്ള സ്ഥലത്ത് എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നത്. നല്ല തണുപ്പ്. പിന്നെ ഞാൻ നോക്കിയ ഓല വെച്ചാൽ ഇത് മേഞ്ഞേക്കുന്നത്. ഓലയാണ് ഇതിന്റെ മുകളിൽ ഓല മേഞ്ഞതാണ്. അതുകൊണ്ടും കൂടെ കുറച്ചുകൂടെ നല്ല തണുപ്പായിരിക്കും. ചൂടൊന്നും അറിയത്തില്ല. വെളി കയ്യിലൊക്കെ ഇട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട്. തെങ്ങ് വെട്ടി ആരായിരിക്കും നമുക്ക് ഇത് തരണമെങ്കിൽ? ഇപ്പോഴേ അതിന്റെ സാധനങ്ങളൊന്നും എടുക്കത്തില്ല. ഇല്ലല്ലോ. ഒരാള് ഹായ് കണ്ടായിരുന്നു അയാള്. ഈ വരുന്ന സംഭവം എന്താണെന്നറിയോ? ഇത് വീട്ടു സാധനം കൊണ്ടുപോവാ. ഒരു നേർച്ചേന്റെ തേങ്ങ ഒക്കെ ഇട്ടിട്ട് ഈ വണ്ടിയിൽ കൊണ്ടുപോകുന്നത്. അതെല്ലാം തേങ്ങാന്നോ? നിങ്ങളുടെ ലാൻഡിലെ തേങ്ങ ഇട്ടിട്ട് വീട്ടിലോട്ട് കൊണ്ടുപോവാ. അങ്ങനെ ആ വണ്ടി ഒന്ന് കാണിച്ച്. ഓ ശരിയാ, ഇതാകുമ്പോ നമുക്ക് ഉരുട്ടിക്കൊണ്ട് പോയാൽ മതി. കണ്ടോ, നമ്മുടെ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും സാധനങ്ങളൊക്കെ ചെറിയ രീതിയിലൊക്കെ കൊണ്ടുവന്നു. പഴയ സിസ്റ്റം അല്ലയോ? എല്ലാ സാധനവും നമുക്ക് ഇതിനകത്ത് കൊണ്ടുപോകാം. വെള്ളമൊക്കെ എല്ലാം കൊണ്ടുപോകാം. വീട് ഒത്തിരി ദൂരെയാണോ? അവിടെ വരെ പോവാ. രാവിലെ ഒരു രസം ഇല്ലയോ? ഇന്നിട്ട തേങ്ങ ആണോ? ഇന്നലെ കുറെ ദിവസമായിട്ട് ഇട്ടത്? ഇന്നലെ ഇട്ടത്. വീട്ടിലോട്ട് കൊണ്ടുപോവാ. വണ്ടിക്ക്? പെട്ടി വണ്ടി. ഇതാകുമ്പോ ചെലവില്ല. നമ്മുടെ വണ്ടി അതാ വാടകയ്ക്ക് എടുക്കുന്നതാണോ? ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോ അവിടെ ഒരിടത്ത് ഇങ്ങനെ പള്ളിയിലത്തേക്കുള്ള സാധനങ്ങൾ എടുക്കുന്നു. ഞങ്ങൾ വിചാരിച്ചു അതായിരിക്കും. ഇതേ വണ്ടിയില്ല. അല്ല, നമ്മുടെ സ്വന്തം വീട്ടിലെയാ. ഞങ്ങൾ പോട്ടെങ്കില്. ശരി എന്നാല്. ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി കയറി. അതെ, ഇതൊക്കെ എന്തുവാ? കേസരി, പത്തിരി, മറ്റേ നെയ്യപ്പം, ബ്രെഡ് പൊരിച്ചത്. എന്തെങ്കിലും ആവട്ടെ. സമയം കഴിഞ്ഞോണ്ടായിരിക്കും. എല്ലായിടും എല്ലാം കഴിഞ്ഞു. ചില്ലമാര ചീരണിയാ കുറച്ച് പീസ് അവിടെ ഇല്ലയോ? അതെല്ലാം പൊളിച്ചില്ലയോ? ഓ
രാവിലത്തെ കട്ടൻ. എൻ്റെ പൊറോട്ട കഴിക്കാൻ വേണ്ടി വന്നതാണ്, പക്ഷെ പൊറോട്ട കിട്ടിയില്ല. നേരത്തെ വരണം ഇല്ലയോ? എന്താ വേണം? പത്തിരി എടുക്കാം. എല്ലാം എണ്ണയാണ് എന്നാലും. സുൽഫത്തിന് ചായ മതിയെന്ന്. എനിക്കിവിടെ വന്നിട്ട് ഇപ്പോൾ കട്ടൻ ശീലമായി. ചായ കുടിക്കാൻ തോന്നുന്നില്ല, ഫുള്ള് കട്ടനായി. നമുക്ക് പരിചയമുള്ള ഒരാൾ ഇതാ കടന്നു വരുന്നുണ്ട്. ഹായ്, നിങ്ങളുടെ കടയിൽ വന്നിട്ട് നിങ്ങൾക്ക് 2 പൊറോട്ട തന്നില്ലല്ലോ. തീർന്നു. നമ്മൾ വന്നേക്കുന്ന ജാബറിൻ്റെ കടയിൽ അതേ ചായയും പത്തിരിയും കഴിക്കാൻ വേണ്ടി. ജാബർ, ഞാൻ ഇപ്പൊ ചോദിച്ചേ ജാബറിനെ കാണുന്നില്ലല്ലോ എന്ന്. എന്താ ചാലയുള്ള ആയിസ്? ആ, അങ്ങനെ. നമുക്ക് സ്നാക്സ് മാത്രമേ. ഞാൻ പൊറോട്ട കഴിക്കാൻ ഉദ്ദേശിച്ച് വന്നതാ. നമ്മളിനി എന്നാ കടലിൽ പോന്നെ? എന്താ കുറേ ദിവസം എല്ലാവരും ചോദിക്കുന്നു കടലിൽ പോകുന്നില്ലേ ഒന്ന്. ജാബർ ലോക്കാണ് ഇവിടെ. ജാബറിൻ്റെ ചേട്ടൻ കേരളത്തിൽ പോയോണ്ട് ജാബറിനെ ഈ ഹോട്ടൽ മൊത്തത്തിൽ ഏൽപ്പിച്ചിട്ട് പോയേക്കും. അതുകൊണ്ട് കടലിൽ പോകാൻ പറ്റത്തില്ല. ശരിയല്ലയോ? പോയോ ഇതിനിടയ്ക്കും കാണും? ഇല്ല, പോയില്ല. ഇപ്പം സീസണും വ്യത്യാസമല്ലേ, മൺസൂൺ അല്ലേ. അപ്പം ഞാൻ വരുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ? കുഴപ്പമില്ല. കടൽ ഭയങ്കര ഇളകി കിടക്കുമോ? ചെറുതായിട്ട് ഛർദിച്ച അവിടെ കിടക്കും. നമ്മുടെ പലഹാരത്തിൻ്റെ പെട്ടി. ഏത് ഏത് എല്ലാം കഴിഞ്ഞു. ചപ്പാത്തി റെഡി. നമുക്ക് പോകാം. നമ്മുടെ അകത്തിയിലെ പോസ്റ്റ് ഓഫീസ് ഇപ്പം ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. അവിടെ ബിൽഡിംഗ് ഒക്കെ പൊളിച്ച് കളഞ്ഞ്, അവിടെ ബിൽഡിംഗ് ഒക്കെ പൊളിച്ചുകൊണ്ട് ഇതായി ഇപ്പം ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. ഞാനിപ്പോഴേ സുൽഫത്ത് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. PP ജംഗ്ഷനിലല്ലോ. അപ്പോൾ അതേ ഇതാണ് നമ്മുടെ ജാബറിൻ്റെ കട, ജാബറിൻ്റെ ഹോട്ടലാണിത്. നമ്മളിന്ന് ഇവിടെയാണ് ചായ കുടിക്കാൻ വന്നത്. തേങ്ങ ഒക്കെ കിടക്കുന്നുണ്ടോ? അപ്പോൾ നമുക്കിനി പോകാം. അപ്പോൾ ഇനി 10 മണിയാകുമ്പോൾ എനിക്ക് ഡ്യൂട്ടിക്ക് കയറണം. സുൽഫത്ത് പഞ്ചായത്തിൽ വർക്ക് ചെയ്യുന്നത് കേട്ടോ. സുൽഫത്ത് പഞ്ചായത്തിൽ വർക്കുണ്ട്. അപ്പോൾ 10 മണിയാകുമ്പോൾ സുൽഫത്തിന് പഞ്ചായത്തിൽ കയറണം. ആ, മ്യൂസിയത്തിൽ എന്തോ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്, ക്യാമ്പ് നടക്കുന്നുണ്ട് അല്ലയോ. അപ്പോൾ അതിന് ഇവർ പോകണം. ജാബർ വരുന്നുണ്ട്. ഞങ്ങൾ പോട്ടെ. നമ്മൾ ഉടനെ തന്നെ നമ്മൾ കടലിൽ പോകുന്നതായിരിക്കും. ആമീൻ. പിന്നെ സ്നാക്സ് ഉണ്ടോ? കഴിഞ്ഞോ? എന്തുവാ? അവൽ പോണ്ടായോ? അവൽ പോണ്ട ഒന്ന് കാണിച്ചു നോക്കട്ടെ. സുൽഫത്തൊന്ന് ഇറങ്ങി നമുക്ക് അവൽ പോണ്ട എന്തെങ്കിലും നോക്കാം. അതൊക്കെ അറിയാം. നല്ല വ്യൂ അല്ലേ ഇവിടെ. ഇതൊരു ചെറിയ കടയല്ലേ, ചെറിയ കടയല്ലേ. അധികം അങ്ങനെ ആരും ശ്രദ്ധിക്കപ്പെടാതെ. ഭയങ്കര രസമുണ്ട്. ഇതിപ്പോ പുതിയതായിട്ട് തുടങ്ങിയ കടയാണോ? ചൂടോടെ ഇവിടെ പൊരിച്ചോണ്ടിരിക്കുക സംഭവം. അവലാണോ ഇതിനകത്തുള്ളത്? കണ്ട അവൽ പോണ്ട പൊളിയായിട്ടുണ്ട്. ഒന്ന് കഴിച്ചു നോക്കിയാലോ അങ്ങനെ ഉണ്ടെന്ന്. കഴിച്ചേ. ഞാൻ ആദ്യമായിട്ട് കഴിക്കുവേ സംഭവം. ഇവിടെ ഒരു കടകളിലും കണ്ടിട്ടില്ലല്ലോ ഇത്. നമ്മുടെ അകത്തിലൊന്നുമേ അവൽ പോണ്ട ഇല്ലല്ലോ. ഉണ്ടോ? നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ ഇവിടുത്തെ കിച്ചണൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇതേ ചൂടോടെ ഇവിടെ കടി പൊരിച്ചോണ്ടിരിക്കുക കേട്ടോ. രാവിലെ തുടങ്ങുന്നതാണോ ഇത്? ആണല്ലയോ വെളുപ്പിനെ? ആ, ബോണ്ട പൊരിച്ച് വെച്ചേക്കുന്നുണ്ടോ? നല്ല ചൂട് ബോണ്ട. പിന്നെ ബ്രെഡും ഉണ്ട് അല്ലയോ? വൈകുന്നേരം വരെ ഉണ്ടോ കട? ആന്ന്. രാത്രിയുണ്ട്? ആണോ? അതെ, നമ്മുടെ അടിപൊളി അവൽ ബോണ്ട. ഞാൻ ഇത് ആദ്യമായിട്ട് കഴിക്കുക. നല്ല ടേസ്റ്റ് ഉണ്ട് സംഭവം. അപ്പം ഇങ്ങനെ ചൂടോടെ ഇവിടെ പൊരിച്ചിരിക്കുന്ന സുൽഫത്തിന് ആരെയോ കൂട്ട് കിട്ടിയിട്ടുണ്ട്. അവൽ ബോണ്ട നല്ല ടേസ്റ്റ് ഉണ്ട് സംഭവം. 2 എണ്ണം മേടിക്കുന്നില്ല. അതിങ്ങോട്ട് വേറെ എടുത്തു തരാം. 2 എണ്ണം മേടിച്ചു. എന്താ ഇത് കഴിച്ചോ? നല്ല ടേസ്റ്റ് ഉണ്ട് സംഭവം. ഇവിടെ ഇരുന്ന് എല്ലാവരും കഴിക്കുന്ന. അവിടെ ഇരുന്നേ. തേങ്ങ ചതിക്കത്തില്ല. നല്ല രസമുണ്ട്. എൻ്റെ വീട്
ചോദിക്ക വീഡിയോ എടുക്കാന്ന്. പുള്ളിക്കാരി വ്ളോഗറാണ്, ജാസ് വ്ളോഗർ. രാവിലെ കടയിൽ നിന്ന് നമ്മള് സ്നാക്സ് കഴിച്ചതാ. പക്ഷേ ഈ കട കണ്ടപ്പോഴത്തേക്ക് ഇവിടുന്ന് നല്ല വ്യൂ അല്ലേ? ഇവിടെ ഇരുന്നാലും നല്ല വ്യൂ ആണ്. നോക്കി, നല്ല അടിപൊളി വ്യൂ. കടല് കാണാം. അത് ഇതും ഒരു പ്രത്യേക രസമുള്ള സ്ഥലം ഇല്ല? ഒതുങ്ങിയ നല്ല സ്ഥലം. അത് നല്ല ചൂട് സ്നാക്സ് നമുക്ക് കിട്ടിയത്. കുളുവല് പിടിക്കാൻ ഇപ്പൊ ആരും വരുന്നില്ല ഇവിടെ. കുളുവല് പിടിക്കാനൊന്നും അതെ ഇപ്പൊ ഉണ്ടോ? ആണോ? ഇത് ആർക്ക് നമുക്ക് ഇരിക്കാനാണ് ഉള്ളതാ? ചായ കുടിക്കാനുള്ള, നമ്മുടെ ചായക്കട ചായ കുടിക്കാൻ വരുന്നവർക്കുള്ള കണ്ട. നമ്മുടെ ആ ഹോട്ടലിൽ നിന്ന് ചായ കുടിക്കാൻ അടിപൊളി. വീട്ടിൽ നമുക്ക് ചായയൊക്കെ കുടിക്കാം. നല്ല രസമുണ്ട്. അതും അവിടെ ഓടത്തിൽ 2 പിള്ളേർ ഓടത്തിൽ പോകുന്നുണ്ടല്ലോ. അയ്യോ, ഇങ്ങനെ കടലിൽ റഫായിട്ട് കിടക്കുമല്ലയോ. അതുകൊണ്ട് അവിടെ കുളുവൽ പിടിക്കും. അതുകൊണ്ട് കുളുവൽ പിടിക്കുമല്ലോ. അതുകൊണ്ട് വലത് സൈഡിൽ അവിടെ ഒരു ഉമ്മ ഇരിപ്പുണ്ട്. കടലെല്ലാം ഇങ്ങനെ കയറിയില്ല, കലങ്ങി പോകുന്നത് അവിടെ എല്ലാം ഇങ്ങനെ ഇളകി ഇതേ നമ്മൾ ഇന്നാളിലൊക്കെ വന്നതാ ഇവിടെ. അപ്പോൾ ഇങ്ങോട്ടൊക്കെ മണലുണ്ടായിരുന്നു. ഇപ്പം കണ്ടോ കടല് കയറി ഇതൊക്കെ പോകുന്നതാ. അവർ ഓടത്തിൽ പോകുന്നതുണ്ടോ? നമ്മൾ ഇന്നാളിലൊക്കെ ഓടത്തിൽ പോയതല്ലേ മീൻ പിടിക്കാൻ. അപ്പം ഇത്രയൊന്നും കടൽ റഫില്ലായിരുന്നല്ലോ. ഈ സമയത്ത് പോകുന്നത് ഇച്ചിരി റിസ്ക്കാണ്. അവിടെ ഒരാൾ കുളുവല് പിടിക്കുന്നുണ്ട്. പിടിച്ച് അയാളങ്ങ് പോയെന്ന് തോന്നുന്നു. ഇല്ല, അതോ അവിടെ പിടിക്കുന്നുണ്ട്. ഇപ്പം മീൻ കിട്ടുന്നുണ്ടോ? കുറവാ. പാപ്പാടെ വീട് ഇവിടെ അടുത്താന്നോ? വടക്കൂന്ന് ഇവിടെ വന്നതാന്നോ? ഇനി എപ്പോൾ പോകും വീട്ടിലോട്ട്? പൊറോട്ട ഒന്നുമില്ല, ചായയും കടിയും മാത്രം. വൈകിട്ട് എന്തൊക്കെ കടികൾ കാണും? ആന്നാ, അവൽ ബോണ്ടായും ബ്രെഡും. കൊള്ളാം. പഴംപൊരി ഇപ്പം ഇല്ലല്ലോ. ആ പിള്ളേർ ഓടത്തിൽ പോന്ന കണ്ടിട്ടേ ഭയങ്കര ഇങ്ങനെ കിടന്ന് ഇളകുന്നു. ഫ്ലൈറ്റ് പോന്നു കണ്ടോ. അടിപൊളി വ്യൂ ആയി ഇവിടെ. പൊളിയായിട്ടുണ്ട്. ചൂടോടെ നല്ല അടിപൊളി. ഇവിടെ ഇരുന്ന് അവിടെ നിന്ന് ചായ മേടിച്ചോണ്ട് നമുക്ക് ഇവിടെ വന്നിരുന്ന് കഴിക്കാം. കണ്ടോ, നല്ല രസമുണ്ട്. ഇതാണ് നമ്മുടെ പൊളിയാ. അപ്പം നമുക്ക് തിരിച്ചു പോയാലോ? ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് നിർത്തിയാലോ? ആന്നാ, ഇപ്പൊ പോയാൽ കിട്ടത്തില്ല അല്ലയോ? വെള്ളം വേലി ഇറക്കത്തിനേ കിട്ടത്തുള്ളൂ. അപ്പൊ ആന്നാ, ഇന്നിപ്പോ എത്ര? ആന്നാ, അപ്പൊ ഇന്ന് എത്ര മാസം? അപ്പൊ ഇനി എത്ര ദിവസം കഴിഞ്ഞിട്ട്? 26-ന്. അപ്പം ഇപ്പൊ ഈ സീസൺ ആയതുകൊണ്ട് വേലിയിറക്കം നല്ലപോലെ ഉണ്ടാവുമോ? ഉണ്ടാവും. അപ്പം നമുക്ക് 2 ദിവസം കഴിഞ്ഞിട്ട് ഫിരിന്ത് പറക്കാൻ വരാം അല്ലയോ? അടുത്ത ശനിയാഴ്ച ഒക്കെ വന്നാൽ മതിയല്ലോ. എവിടെ? ഈ സൈഡിൽ എവിടെ ഇറങ്ങിയാലും മതി. അപ്പുറത്തെ സൈഡിൽ ഇറങ്ങിയാൽ കിട്ടുമോ? ഇല്ല. തെക്കോട്ട് പോകണം പിന്നെ. അതാ നമ്മുടെ അവിടെ. നമുക്ക് അവിടെ ആണെങ്കിലും പോകാം ഇല്ലയോ? നോക്കാം. അപ്പോഴേ നമുക്ക് പോയാലോ? അപ്പം ഇന്നത്തെ രാവിലത്തെ വിശേഷങ്ങളൊക്കെ ഇവിടെ കഴിഞ്ഞ് ഞങ്ങളപ്പം തിരിച്ചു പോവാം. പോയാലോ? 2 പേർക്കും ഡ്യൂട്ടിക്ക് കയറാൻ സമയമായി. 10 മണി കഴിഞ്ഞ്. അതെ, സുൽഫത്തിന് 11 മണിക്ക് കയറണം. എനിക്കിപ്പോൾ 10 മണിക്ക് കയറണം. അതേ സമയം നോക്കിയേ, 10:05. അവിടെ ആരെങ്കിലും വന്ന് നിൽക്കുന്നുണ്ടായിരിക്കും. എന്നാൽ നമുക്ക് പോയാലോ? അപ്പം ശരി, ടാറ്റ. പോട്ടെ. ശരി എന്നാൽ.